2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് CPIM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചു. കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ സവിശേഷമായ ഒരു അധ്യായമായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ LDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് CPIM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി അദാനിക്ക് ഈ കരാർ കൊടുക്കുമ്പോൾ ആ കരാറിന്റെ അകത്ത് അസമത്വപൂർണമായിട്ടുള്ള കേരളത്തിന് നഷ്ടം വരാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്ന വസ്തുതയാണ്. അദാനിക്ക് പണം മുടക്കാതെ ആദ്യം ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് നടന്ന കണക്കെന്ന് എസ്റ്റിമേറ്റ് 1546 കോടിയായിരുന്നു. അത്രയും കോടി തുക തന്നെ നമ്മൾ വിഴിഞ്ഞത്തുള്ള നമ്മുടെ സ്ഥലം പണയം വയ്ക്കാൻ വേണ്ടി അദ്ദേഹത്തെ അനുവദിച്ചതോടുകൂടി സംഭവിച്ചത് 1565 കോടിക്കാണ് പണയം വെച്ചത്. എന്ന് വെച്ചാൽ അദാനിക്ക് ഒരു നയ പൈസ മുടക്കില്ലാതെ നമ്മുടെ ഈ സ്ഥലം കൊണ്ട് പണയം വെച്ച ശേഷമാണ് അദാനി പോർട്ടിന് ആവശ്യമായ കാശെടുത്തത്. എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണ് പോർട്ടിന്റെ എസ്റ്റിമേറ്റ് തുക അതിനേക്കാൾ കൂടുതൽ കാശ് പണയം വെച്ചു. ആരുടെ സ്ഥലം? കേരളത്തിന്റെ സ്ഥലം. പക്ഷെ അങ്ങനെയുള്ള അസമത്വം ഉണ്ടെങ്കിൽ പോലും മാത്രമല്ല ഈ ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്നുള്ളതാണ് കാഴ്ചപ്പാട്. ഈ പോർട്ട് പണിത് പോർട്ടിന്റെ അകത്തുള്ള ജോലി നിർവഹിച്ച് അതിനുശേഷം മാക്സിമം നമ്മുടെ ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു പരിധി പറഞ്ഞാൽ നമ്മുടെ KJ മാക്സി MLA, CPIM ഏരിയ സെക്രട്ടറി KM റിയാദ്, MK അബി, PJ ദാസൻ, നിഷ ജോളി, സിംല കാസിം, KP പ്രതാപൻ, CS ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. നേരത്തെ ഐലൻഡ് കേന്ദ്രമാക്കേണ്ട രാജീവ് ഗാന്ധിയുടെ പേരിലേക്ക് ഉണ്ടായിരുന്ന ട്രാൻസ്ഷിപ്മെന്റ് ഏരിയ മാറ്റിയതിനു ശേഷം അവിടുത്തെ ചരക്കിറക്കാനുള്ള സംവിധാനം മാറ്റിയപ്പോൾ അന്ന് ട്രാൻസ്ഷിപ്മെന്റ് ആയിരുന്നില്ല. അങ്ങനെയാണ് വല്ലാർപാടത്ത് നമ്മൾ ട്രാൻസ്ഷിപ്മെന്റ് ആരംഭിച്ചത്. പക്ഷെ കൊച്ചിക്കുള്ള പ്രശ്നത്തിൽ ഇന്റർനാഷണൽ കപ്പൽ ചാലിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഇത് വരാൻ മദർഷിപ്പുകൾ വരാൻ മദർഷിപ്പ് കൊച്ചിക്ക് നടക്കില്ല. ഒരു 20-22 കിലോമീറ്റർ നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ ഈ കപ്പലുകൾ ഇങ്ങോട്ട് വരേണ്ടി വരും. മാത്രമല്ല മദർഷിപ്പുകൾക്ക് നമ്മുടെ ഈ വേമ്പനാട്ട് കായലിൽ കിടക്കാൻ പറ്റില്ല. കാരണം മദർഷിപ്പുകൾക്ക് 20-25 മീറ്ററെങ്കിലും ആഴം ഉണ്ടാവണം. വിഴിഞ്ഞത്താണെങ്കിൽ 30-ലേറെ മീറ്റർ ആഴം ഉണ്ട് തന്നെ. നമ്മുടെ കൊച്ചിൻ പോർട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ചെലവെന്ന് പറയുന്നത് ഈ ഡ്രഡ്ജിങ് തന്നെയാണ്. ഡ്രഡ്ജിങ് നടത്തിയ ശേഷം ഈ ഡ്രഡ്ജിങ് നടത്തുന്ന ആൾക്കാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഒരു സ്ഥിതിയുള്ളത്. ആ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന, ഇന്ത്യ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ബോംബെ, പിന്നീട് മറങ്ങോവ, പിന്നീട് മംഗലാപുരം, അതിനുശേഷം വരുന്ന ബേപ്പൂറൊന്നും വലിയ ഒരു തുറമുഖമല്ല. പക്ഷേ എങ്കിൽ പോലും പിന്നെ കൊച്ചി, ഇതെല്ലാം കടന്നു വരുന്ന. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.